നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ മുതൽ നിങ്ങൾ ഓടിക്കുന്ന കാറുകൾ വരെ നിയന്ത്രിക്കുന്ന ആ ഒരു ചെറിയ വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതെ, സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് എണ്ണയല്ല, മറിച്ച് ഈ സിലിക്കൺ ചിപ്പുകളാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഏറ്റവും വലിയ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ചൈനയുടെ അഗ്രസീവായ ചിപ്പ് നിർമ്മാണത്തിനെതിരെ വാഷിംഗ്ടൺ ഒരു വലിയ അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ചൈനീസ് ചിപ്പുകൾക്ക് മേൽ ഏർപ്പെടുത്താനിരുന്ന പുതിയ താരിഫ് തൽക്കാലം അമേരിക്ക മാറ്റിവെച്ചു. അപ്പോൾ എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? നോക്കാം. വാഷിംഗ്ടണിലെ US ട്രേഡ് റിപ്രസെന്റേറ്റീവ് USTR അടുത്തിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. ഇതിൽ കണ്ടെത്തിയത് ചൈന വളരെ വേഗത്തിലും അഗ്രസീവായും സെമി കണ്ടക്ടർ വിപണി പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇതിനെ അൺറീസണബിൾ പുഷ് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. അതായത് ലോകത്തിലെ പഴയ ടെക്നോളജിയിലുള്ള ചിപ്പുകളുടെ, അതായത് ലെഗസി ചിപ്സ് എന്ന് പറയും, ഈ മാർക്കറ്റ് ചൈന കുത്തകയാക്കി മാറ്റാൻ നോക്കുന്നു എന്ന്. ഇത് അമേരിക്കൻ കമ്പനികളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നാണ് വാഷിംഗ്ടണിന്റെ വാദം. ഇതിന് മറുപടിയായി ഭീമമായ നികുതി ചുമത്താനായിരുന്നു പ്ലാൻ. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം ഈ പുതിയ താരിഫുകൾ 2027 വരെ നടപ്പാക്കില്ല എന്നാണ് ട്രംപ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതെ, വരാനിരിക്കുന്ന ആ വലിയ തിരിച്ചടിക്ക് തൽക്കാലം ഒരു സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഇങ്ങനെയൊരു മനംമാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ നടത്തിയത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വളരെ ഫ്രജൈലായ, അതായത് വളരെ സങ്കീർണമായ ചർച്ചകൾ തന്നെയാണ്. ഒരു വലിയ ട്രേഡ് വാർ ഒഴിവാക്കാൻ 2 രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചൈനയുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്, അതായത് റെയർ എർത്ത് മെറ്റൽസ്. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ലോഹങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈന ഇതിനു മേൽ നിയന്ത്രണം കടുപ്പിച്ചാൽ അമേരിക്കൻ ടെക് കമ്പനികൾ പൂട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ താരിഫുകൾ 18 മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നത്. ഇത് ഗ്ലോബൽ ടെക് മാർക്കറ്റിന് എന്തായാലും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനം ആഗോള വിപണിയെ എങ്ങനെയാകും ബാധിക്കുക എന്ന സംശയം വരാം. തൽക്കാലം ചിപ്പുകളുടെ വില വർദ്ധിക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എൻവിഡിയ, ഇന്റൽ തുടങ്ങിയ വമ്പൻ കമ്പനികൾക്കും ആപ്പിൾ പോലുള്ള ബ്രാൻഡുകൾക്കും ഈ സമാധാനം വളരെ വലുതാണ്. പക്ഷേ ഇതൊരു ടെമ്പററി വെടിനിർത്തൽ മാത്രമാണ് എന്ന് ഓർക്കണം. 2027 എന്ത് സംഭവിക്കുമെന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. അതേസമയം എൻവിഡിയ പോലുള്ള കമ്പനികൾക്ക് ചൈനയിലേക്ക് തങ്ങളുടെ അഡ്വാൻസ്ഡ് AI ചിപ്പുകൾ വിൽക്കാൻ ചില നിബന്ധനകളോടെ അനുമതി നൽകിയതായും വാർത്തകളുണ്ട്. അതായത് ബിസിനസ്സും ദേശീയ സുരക്ഷയും തമ്മിലുള്ള ഒരു കടുത്ത ബാലൻസിംഗ് ഗെയിമാണ് ഇപ്പോൾ അമേരിക്ക കളിക്കുന്നത് എന്ന് സാരം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല, മറിച്ച് അതൊരു ടാക്ടിക്കൽ പോസ് മാത്രമാണ്. 2027 വരെ നൽകിയിട്ടുള്ള ഈ ഒരു സമയം ഒരുപക്ഷെ ചൈനയ്ക്ക് തങ്ങളുടെ സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഭ്യന്തര നിർമ്മാണം ശക്തമാക്കാനോ ഉള്ള അവസരമാകാം. ആ ഒരു പോസ് ലോകത്തിന് നൽകുന്നത് ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ചിപ്പ് ലോകത്തെ ഈ കരുനീക്കങ്ങൾ വരും വർഷങ്ങളിൽ നമ്മുടെ ഗാഡ്ജറ്റുകളുടെ വിലയെയും ലഭ്യതയും ഒക്കെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല.